നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹ്യുണ്ടായി അവരുടെ ക്രെട്ടയിൽ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു വേരിയൻറ്റുമായിട്ടാണ്. ഹ്യുണ്ടായി ക്രെട്ട EX ഓപ്ഷൻ എന്നൊരു വേരിയൻറ്റ് റീസെൻ്റ്ലി ആഡ് ചെയ്തിട്ടുണ്ട് ഹ്യുണ്ടായിയുടെ ക്രെട്ടയുടെ ലൈനപ്പിലേക്ക്. EX ഓപ്ഷൻ വേരിയൻറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് EXൻ്റെ ഒരു ഓപ്ഷണൽ വേരിയൻ്റ് ആയിട്ടാണ്, അതായത് എസ് വേരിയൻറ്റിൻ്റെ തൊട്ട് താഴെയായിട്ട്. EXും EX ഓപ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് EXൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഈ വെഹിക്കിളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. EX വേരിയൻറ്റിൽ നമുക്ക് ലഭിച്ചിരുന്ന പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് EX ഓപ്ഷൻ വേരിയൻറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. ഓഫ് കോഴ്സ് EX ഓപ്ഷൻ എന്നത് EXൻ്റെ ഒരു ഓപ്ഷണൽ വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ സെയിം ഹെഡ്ലൈറ്റ് തന്നെയാണ് ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷുള്ള ഒരു റേഡിയേറ്റർ ഗ്രില്ലാണ്. നമ്മളിതിനു മുമ്പ് കണ്ട എസ് ഓപ്ഷൻ വേരിയൻറ്റിൽ അത് ക്രോം ഗ്രില്ലായിരുന്നു. ഇതിൽ വരുമ്പോൾ ഒരു സാധാ സിൽവർ മാറ്റ് ഫിനിഷിലുള്ള ഈ കാണുന്ന ഒരു ടൈപ്പ് ഗ്രില്ലാണ് വരുന്നത്. ഹ്യുണ്ടായിയുടെ എംബ്ലം ഫ്ലാറ്റ് സിൽവർ ഫിനിഷിലുള്ള എംബ്ലമാണ് വരുന്നത്. താഴെ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. സിൽവർ ഫിനിഷിലുള്ള സ്കിഡ് പ്ലേറ്റ് ഹ്യുണ്ടായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1790 mm വിഡ്ത്താണ് നമുക്ക് ക്രെട്ടയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. EX വേരിയൻറ്റിലും EX ഓപ്ഷൻ വേരിയൻറ്റിലും നമുക്ക് സെൻറ്ററിൽ വരുന്ന കണക്റ്റഡ് ആ ഒരു DRL അവൈലബിൾ അല്ല. പകരം അവിടെ ഒരു ക്രോം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലുള്ള ലൈറ്റ് LED ലൈറ്റ്സ്, പൊസിഷനിങ് ലാമ്പ് സെയിം തന്നെയാണ്. ഹയർ വേരിയൻറ്റിലുള്ള സെയിം തന്നെ പൊസിഷനിങ് ലാംപ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മിററിൽ ഇൻഡിക്കേറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പൊസിഷനിങ് ലാമ്പിനോട് ചേർന്ന് തന്നെ ഒരു ഇൻഡിക്കേറ്ററും, അതുകൂടാതെ സൈഡ് ഫെൻഡറിൽ ഒരു ഇൻഡിക്കേറ്ററും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിയറിൽ ഇൻഡിക്കേറ്റർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ടെയിൽ ലാമ്പിനോട് ചേർന്ന് തന്നെയാണ്. അതുപോലെ കണക്റ്റഡ് ടെയിൽ ലാമ്പ് EX വേരിയൻറ്റിലും അവൈലബിൾ ആണ്. ഇതാണ് EX വേരിയൻറ്റിൻ്റെ സൈഡ് വ്യൂ നമുക്ക് കിട്ടുന്നത്. ഇതൊരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. EX ഓപ്ഷൻ വേരിയൻ്റ് ആണ് ഇത്. ആക്ച്വലി EX ഓപ്ഷനിലും നമുക്കിപ്പോൾ ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ക്രെട്ട ഓട്ടോമാറ്റിക് നോക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു വേരിയൻ്റാണ് EX ഓപ്ഷൻ. അത് പെട്രോളിലും ഡീസലിലും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ഇതാണ് ടയർ വരുന്നത്. നോർമൽ EXലും Eലും ഒക്കെ കണ്ടുവന്ന സെയിം പ്രൊഫൈൽ ടയറാണ് വരുന്നത്. 205, 65, R16 പ്രൊഫൈലിലുള്ള ടയറാണ് വരുന്നത്. അത് വീൽ കപ്പാണ് വരുന്നത്. സൈഡ് പ്രൊഫൈൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 4330 mm ലെങ്ത്തും 2610 mm വീൽ ബേസും ലഭിക്കുന്നുണ്ട് ക്രെട്ടയിൽ. സൈഡിൽ മൊത്തത്തിലുള്ള അപ്പിയറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി പില്ലറിൽ നിന്ന് മുന്നോട്ട് ഒഴുകി വരുന്ന ആ ഒരു സിൽവർ ഫിനിഷ് EXലും EX ഓപ്ഷനിലും അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ ഡോർ ഹാൻഡിൽസ്, മിറേഴ്സ് എല്ലാം ബോഡി കളർ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡോറിൽ തന്നെ കീസിലോട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ സൈഡിലായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിൽവർ ഫിനിഷിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ 2 വീലും നമുക്ക് വരുന്നത് ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, നമ്മൾ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് തന്നെയാണ് ഹ്യുണ്ടായി EXലും EX ഓപ്ഷൻ വേരിയൻറ്റിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ താഴെ റിയർ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. സിൽവർ കളറിലാണ് അതിൻ്റെ ഫിനിഷ് വരുന്നത്. എംബ്ലം ഹ്യുണ്ടായിയുടെ ലോഗോ ആ ഒരു ഗ്ലാസ് ഫ്രെയിമിനുള്ളിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൂഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷാർക്ക് ഫിൻ ആൻറ്റിന നമുക്ക് ഈ വേരിയൻറ്റിൽ വരുന്നുണ്ട്. പിന്നെ ഈ വേരിയൻറ്റിൽ ഹയർ ഓപ്ഷൻ ആയിട്ട് കുറവ് വരുന്നത് റൂഫ് റെയിൽ കുറവാണ്. അത് നമുക്ക് പക്ഷേ എല്ലാ ഹ്യുണ്ടായി ഡീലർഷിപ്പുകളിലും അഡീഷണൽ ആക്സസറി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതാണ് നമുക്ക് ബൂട്ട് സ്പേസ് അവൈലബിൾ ആയിട്ടുള്ളത്. 433 ലിറ്ററിൻ്റെ ഒരു വലിയ ബൂട്ട് സ്പേസ് തന്നെയാണ് നമുക്ക് ക്രെട്ടയിൽ അവൈലബിൾ. അത് ത്രൂ ഔട്ട് എല്ലാ വേരിയൻറ്റിലും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഈ വേരിയൻറ്റിൽ നമുക്ക് സീറ്റ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ചൈൽഡ് സീറ്റ് ആങ്കർ ISOFIX പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാർണിംഗ് ട്രയാങ്കിൾ അതെല്ലാ വേരിയൻറ്റിലും സ്റ്റാൻഡേർഡ് വരുന്നതാണ്. എല്ലാ വെഹിക്കിളിലും വരുന്നതാണ്. സ്പെയർ വീല്, ടൂൾ കിറ്റ്, ജാക്ക് കാര്യങ്ങളെല്ലാം റിയറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിയർ ഹെഡ് റെസ്റ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഹെഡ് റെസ്റ്റാണ് വരുന്നത്. ഇത്ര വലിയൊരു ലെഗ് റൂം നമുക്ക് ക്രെട്ടയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിയർ
AC വെൻറ്റും വിത്ത് ചാർജിങ് സ്ലോട്ടും അതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും നമുക്ക് ക്രെട്ട EX ഓപ്ഷൻ വേരിയൻ്റ് അവൈലബിൾ ആണ്. കൂടാതെ സീറ്റ് റിക്ലൈനിങ് ഓപ്ഷൻ നമുക്ക് ഇതിലും വരുന്നുണ്ട്. ഈ ഒരു പൊസിഷനിൽ സീറ്റ് കുറച്ചുകൂടെ നിവർന്നിരുന്ന് ട്രാവൽ ചെയ്യണമെന്നുള്ളവർക്ക് ഈ ഒരു പൊസിഷനിൽ വെക്കാം. കുറച്ചുകൂടെ ചാരി ഇരുന്ന് ട്രാവൽ ചെയ്യണമെന്നുള്ളവർക്ക് ഈ രണ്ടാമത് സെറ്റ് ചെയ്ത പൊസിഷനിൽ നമുക്ക് സീറ്റ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ക്രെട്ട EXലും EX ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള ഡോർ പാഡ് കൺട്രോൾസ് ആണ് ഈ കാണുന്നത്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. സെൻട്രൽ ലോക്ക് അവൈലബിൾ ആണ്. 4 ഡോറും പവർ വിൻഡോ, റിയർ പവർ വിൻഡോ ലോക്കിംഗ് നമുക്ക് ക്രെട്ട EXലും EX ഓപ്ഷനിലും അവൈലബിൾ ആണ്. ഇതിൽ മിസ്സായിട്ടുള്ളൊരു ഫീച്ചർ ഇലക്ട്രിക് ഫോൾഡിങ് നമുക്ക് ഈ വേരിയൻറ്റിൽ അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഇതാണ് ഒരു കളർ തീം, ഇൻറ്റീരിയർ കളർ തീം വരുന്നത്. ഒരു ബീജ് ആൻഡ് ബ്ലാക്ക്, ബീജ് ആൻഡ് ഗ്രേ ആക്ച്വലി കളർ തീമാണ് എൻ്റയർ വെഹിക്കിൾ ഫോളോ ചെയ്യുന്നത്. കീ സ്ലോട്ടിനോട് ചേർന്ന് തന്നെയായി ഒരു 3 കൺട്രോൾസ് ഉണ്ട്. ഒന്ന് ഐഡിൽ, സ്റ്റോപ്പ് ആൻഡ് ഗോ. വെഹിക്കിൾ റണ്ണിങ്ങിൽ ഓടി വന്ന് നിന്ന് കഴിയുമ്പോൾ ഇഗ്നീഷൻ താനേ ഓഫ് ആവുന്ന ഫീച്ചറാണ്. അത് നമുക്ക് അവൈലബിൾ ആണ്. അത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഫീച്ചർ അവൈലബിൾ ആണ്. സ്വിച്ച്, ട്രാക്ഷൻ കൺട്രോൾ ഓൺ ഓഫ് ചെയ്യാനുള്ള ഫീച്ചർ അവൈലബിൾ ആണ്. പിന്നെ ഹെഡ്ലൈറ്റ് ലെവലേഴ്സും അവൈലബിൾ ആണ്. EX ഓപ്ഷനിലും ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് വീല് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഈ കാണുന്നത്. ഒരു 8 ഇഞ്ച് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കാണുന്നതാണ്. ഇപ്പോൾ ഡോറ് ഒരെണ്ണം ലോക്ക് ചെയ്യാത്തതിൻ്റെ ഇൻഡിക്കേഷൻ അതിൽ നമുക്ക് കാണാം. അതുപോലെ ഈ കാണുന്ന നിലവിൽ ഏത് ഗിയറിലാണ് വെഹിക്കിൾ കിടക്കുന്നത്, ബാക്കിയുള്ള ഫ്യൂൽ കൊണ്ട് എത്ര കിലോമീറ്റർ ഇനി ഓടും എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഡിക്കേഷൻസും നമുക്ക് ഈ ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഇതൊരു ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ പാഡൽ ഷിഫ്റ്റേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാനുവലി ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ഫീച്ചറാണത്. ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിലും മാനുവലിയും നമുക്ക് ഗിയർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരം ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് EXലും EX ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ സിസ്റ്റം വരുന്ന 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റമാണ് വരുന്നത്. അതിൽ പക്ഷേ റിവേഴ്സ് ക്യാമറ മിസ്സിംഗ് ആണ്. എന്നാലും അത് എല്ലാ ഹ്യുണ്ടായി ഡീലർഷിപ്പുകളിലും ഈ സെയിം ഡിസ്പ്ലേയിലേക്ക് തന്നെ റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആഡ് ഓൺ പേയ്മെൻറ്റ് ചെയ്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ടച്ച് സ്ക്രീനിൽ തന്നെയായിട്ട് നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം അവൈൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് കണക്ട് എ ഫോൺ ദാറ്റ് സപ്പോർട്ട്സ് ആൻഡ്രോയിഡ് ഓട്ടോ വിയ ആൻ അപ്രൂവ്ഡ് USB കേബിൾ ഓർ വയർലെസ്ലി ഓർ എ ഫോൺ ദാറ്റ് സപ്പോർട്ട്സ് ആപ്പിൾ കാർപ്ലേ വയർലെസ്ലി. അതായത് ഈ വേരിയൻറ്റിൽ നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ അവൈലബിൾ ആണ് സപ്പോർട്ട് ചെയ്ത ഡിവൈസിൽ നിന്നും. അതുകൂടാതെ അപ്രൂവ്ഡ് USB കേബിൾ ത്രൂവും നമുക്ക് സെയിം തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. AC കൺട്രോൾസ് മാനുവൽ ആണ് വരുന്നത്. ഇത് നമുക്കറിയാം, ബ്ലോവറിൻ്റെ പൊസിഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇത് ഫാൻ സ്പീഡ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ 1 2 3 4 ലെവലുണ്ട്. ഇത് എയർ ഇൻടേക്ക്, ഇൻസൈഡ് എയർ വേണോ അതോ ഔട്ട്സൈഡ് എയർ വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് AC നോർമൽ ഓൺ ഓഫ്. പിന്നെ ഇത് കൂളിങ്ങും ഹീറ്റിങ്ങും ഏതാണ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണത്. AC കൺട്രോൾസിന് താഴെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, മൊബൈലോ അങ്ങനെ എന്തെങ്കിലും സാധനം വെക്കാനുള്ളൊരു സ്പേസ് നമുക്കുണ്ട്. ക്രെട്ടയുടെ എല്ലാ വേരിയൻറ്റിലും മിക്ക വെഹിക്കിളിലും തന്നെയുള്ള ഒരു കോമൺ ഫീച്ചറാണത്. അതിൽ ഒരു USB-C ടൈപ്പ് ഫാസ്റ്റ് ചാർജിങ് സ്ലോട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ USB പോർട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 12 വോൾട്ട് യൂണിവേഴ്സൽ സോക്കറ്റും അവൈലബിൾ ആണ്. ഇതാണ് ഗിയർ നോബ് വരുന്നത്. നമ്മൾ S ഓപ്ഷനിൽ കണ്ട സെയിം ഗിയർ നോബാണ്. ആകെ ഈ വെഹിക്കിളൊരു വ്യത്യാസം വന്നിരിക്കുന്നത് ഡ്രൈവ് മോഡ് സെലക്ട് EX ഓപ്ഷനിൽ അവൈലബിൾ അല്ല. എന്നാലും ഗിയർ നോബും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ്. ഗിയർ സിസ്റ്റം സെയിം ആണ്. ഇത് ഡീസൽ വെഹിക്കിളാണ്. അതുകൊണ്ട് ഇത് ടോർക്ക് കൺവേർട്ടറായ AT ട്രാൻസ്മിഷൻ സിസ്റ്റവും ഈ സെയിം വെഹിക്കിൾ പെട്രോൾ വേരിയൻറ്റിൽ വരുമ്പോൾ IVT ഗിയർ ബോക്സും ആണ് വരുന്നത്. EXലും EX ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് മാപ്പ് ലാമ്പ് വിത്ത് സൺഗ്ലാസ് ഹോൾഡർ. അതിൻ്റെ കൂടെ തന്നെ ഇത്തവണ നമുക്ക് സൺറൂഫിൻ്റെ കൺട്രോൾസും കൂടെ EX ഓപ്ഷനിൽ മാത്രം ആഡായി വന്നിട്ടുണ്ട്. EX ഓപ്ഷൻ വേരിയൻറ്റിൽ ആഡായി വന്നിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് സൺറൂഫ്. നിലവിൽ ക്രെട്ട S ഓപ്ഷൻ വേരിയൻറ്റ് തൊട്ടായിരുന്നു സൺറൂഫ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ EXൻ്റെ ഓപ്ഷണൽ വേരിയൻ്റായ EX ഓപ്ഷനിലും നമുക്ക് സൺറൂഫ് അവൈലബിൾ ആണ്. അതും പനോരമിക് സൺറൂഫ് തന്നെയാണ് ഹ്യുണ്ടായി EX ഓപ്ഷൻ വേരിയൻറ്റിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.
നമുക്കറിയാം ഹ്യുണ്ടായിയുടെ എല്ലാ വെഹിക്കിളും ഇപ്പോൾ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുകയാണ്. ഗ്രാൻഡൈറ്റൻ നിയോസ് മുതൽ അങ്ങ് മേലേക്കുള്ള എല്ലാ വെഹിക്കിളിലും ഇപ്പോൾ ഹ്യുണ്ടായിയുടെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. എന്നാൽ അന്ന് കാലം തൊട്ട് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഇപ്പോഴും 6 എയർ ബാഗും എവിടേക്കാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. ഒരു എയർ ബാഗ് നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്ററിൽ നിന്നാണ് വരുന്നത്. രണ്ടാമത്തെ എയർ ബാഗ് വരുന്നത് ഡാഷ്ബോർഡിൽ നിന്നാണ്. മൂന്നാമത്തെ എയർ ബാഗ് നമുക്ക് കാണാം സീറ്റിൻ്റെ തന്നെ ഒരു സ്റ്റിച്ചിന് അവിടെയായിട്ടൊരു എയർ ബാഗ് ടാഗ് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്നാണ്. സെയിം തന്നെ ഓപ്പോസിറ്റ് കോ ഡ്രൈവർ സീറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത എയർ ബാഗ് നമുക്ക് വരുന്നത് ബി പില്ലറിൻ്റെ അവിടെ എയർ ബാഗിൻ്റെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നൊരു കട്ടൺ എയർ ബാഗ് വരും. സെയിം തന്നെ ഓപ്പോസിറ്റ് സൈഡിലും അവിടെ നിന്ന് കട്ടൺ എയർ ബാഗ് 2 വിൻഡോയും കവർ ചെയ്ത് വരുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് 6 എയർ ബാഗ് വെഹിക്കിളിൽ വരുന്നത്. ക്രെറ്റ EX ഓപ്ഷൻ നമുക്ക് ഒരു പരിധിവരെ കസ്റ്റം ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഹ്യുണ്ടായി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹ്യുണ്ടായി ഡീലർഷിപ്പുകളിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് കവർ നമുക്ക് ജെനുവിൻ സീറ്റ് കവർ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് എയർ ബാഗ് നമുക്കറിയാം, സീറ്റിൽ നിന്ന് എയർ ബാഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എയർ ബാഗിന് യാതൊരു തടസ്സവും വരാത്ത രീതിയിൽ ഓപ്പൺ ആവാൻ പറ്റുന്ന ടൈപ്പിലുള്ള സീറ്റ് കവേഴ്സ് ഹ്യുണ്ടായി ഡീലർഷിപ്പുകളിൽ അവൈലബിൾ ആണ്. അടുത്തതായി നമുക്ക് സ്റ്റിയറിങ്. നമ്മുടെ ഹയർ വേരിയൻറ്റിലെല്ലാം ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. എന്നാൽ EX ഓപ്ഷനിലും EXലും ഒന്നും ലെതർ പാക്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലല്ല. അവിടെ നമുക്ക് സ്റ്റിയറിംഗ് കവർ ജെനുവിൻ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മൂന്നാമതായിട്ട് ഞാൻ സൗണ്ട് സിസ്റ്റത്തെ പറ്റി പറഞ്ഞിരുന്നു നമുക്ക് റിവേഴ്സ് ക്യാമറ അവൈലബിൾ അല്ല എന്നുള്ളത്. എന്നാൽ റിവേഴ്സ് ക്യാമറ നമുക്ക് പിടിപ്പിക്കാനും അതിൻ്റെ വിഷ്വൽസ് ഈ സെയിം സ്ക്രീനിൽ തന്നെ ആഡ് ചെയ്യാനായിട്ടും നമുക്ക് ഹ്യുണ്ടായി ഡീലർഷിപ്പുകളിൽ സാധിക്കുന്നതാണ്. അടുത്തതായി നമുക്ക് ടയേഴ്സ് വരുന്ന 16 ഇഞ്ച് ടയറാണ്. നമുക്കറിയാം അതിൻ്റെ പ്രൊഫൈലും കാണിച്ചിട്ടുണ്ട്, 205/65 R16. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹ്യുണ്ടായി ഡീലർഷിപ്പിൽ തന്നെ ഈ സെയിം ടയറിൽ നമുക്ക് അലോയ് വീൽസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതല്ല, നമുക്ക് 17 ഇഞ്ച് നമ്മുടെ ക്രെറ്റയിൽ ഹയർ വേരിയൻറ്റിലൊക്കെ വരുന്ന 17 ഇഞ്ച് അലോയ് വീൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടയർ അപ്സൈസ് ചെയ്തിട്ട് സെയിം ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ചൂസ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇതിനെല്ലാം പുറമേ തന്നെ വെഹിക്കിളിന് പല ടൈപ്പിലുള്ള പലതരം പെയിൻറ്റ് പ്രൊട്ടക്ഷൻ കോട്ടിങ്സ് ഹ്യുണ്ടായി ഡീലർഷിപ്പുകളിൽ അവൈലബിൾ ആണ്. സെറാമിക്, ഗ്രാഫീൻ, PPF അങ്ങനെ പലതരം കോട്ടിങ്ങുകൾ അവൈലബിൾ ആണ്. അതുപോലെ അണ്ടർ ബോഡി കോട്ടിംഗ്, സൈലൻസർ കോട്ടിംഗ് തുടങ്ങിയ അഡീഷണൽ കോട്ടിങ്സും നമുക്ക് ഹ്യുണ്ടായി ഡീലർഷിപ്പുകളിൽ ചെയ്തു തരുന്നതാണ് വിത്ത് വാറണ്ടി. അതും സെറാമിക്, ഗ്രാഫീൻ പോലുള്ള കോട്ടിങ്ങുകളാണെങ്കിൽ റീകോട്ടിംഗ് പാക്കേജ് അടക്കം ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഓവറോൾ ഹ്യുണ്ടായി ശരിക്കും ഒരു കോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ ലോ എൻഡ് വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആഗ്രഹിക്കുന്നവർക്കൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ് EX ഓപ്ഷനിൽ പുതിയൊരു വേരിയൻ്റ് ആഡ് ചെയ്ത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും പ്രൈസ് കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് താഴെ ഇൻഫോ ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.